ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,782 ലെവലാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 22,000, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് 21,500 ആണ്. അപ്പോൾ ഈ ഒരു ലെവൽസ് ഇപ്പോൾ മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയി നിൽക്കുകയാണ്. ഇനി നമുക്ക് OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടും സെയിം ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ 21,500 ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ് കെയർ ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 21,500 പുട്ട് ഓപ്ഷനിൽ ഒരുപാട് സെല്ലിങ് വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ചാർട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന ലെവൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് കറക്റ്റ് നമ്മുടെ ആ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറി പോവാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ലെവൽസിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ദിവസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഒരു അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് ഈ ഒരു ലെവൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 45,634 ലെവൽസാണ്. ഇത് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 46,000, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് 45,000 ആണ്. അപ്പോൾ ഈ ലെവൽസ് മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയി നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഇനി OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നടന്നിരിക്കുന്നത് പുട്ട് ഓപ്ഷനിലാണ്. അതായത് 45,000 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്രഷ് സെല്ലേഴ്സ് ഈ ഒരു 45,000 സ്ട്രൈക്കിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്ന അതേ ലെവൽസ് തന്നെയാണ്. കണ്ടോ, ഈ എക്സാക്റ്റ് ആ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നിന്ന് കയറി പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈനും കൂടി മാർക്ക് ചെയ്താൽ മതി. ഈ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ട് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ബ്രേക്ക് ഔട്ട് നോക്കിയാൽ മതി. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആയിരിക്കും. അതല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ലെവൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമുക്ക് കുറച്ച് സ്റ്റോക്സുകളാണ്. ആദ്യത്തെ സ്റ്റോക്സ് സീലാണ്. അപ്പോൾ സീലിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ സീലിൽ നമ്മൾ ഒരു രണ്ട് ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിംഗ് ലോ ആ ലെവലിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവൽസ് നല്ല വർക്കിംഗ് ആയിരിക്കും. പിന്നെ താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അടുത്ത ദിവസം ഈ ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാണെങ്കിൽ അപ്സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഇത് ലെവൽ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് വരാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ടാർഗറ്റായിട്ട് കാണുന്നത് അടുത്ത സിംഗ് ലോ ലെവൽസ് ആണ്. അതായത് ഇവിടെ ആണെങ്കിൽ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ലെവൽസ് ഒക്കെ നമുക്ക് ടാർഗറ്റായിട്ട് കാണാവുന്നതാണ്. കണ്ടോ, അതൊക്കെ ഒരു സിംഗ് ലോ ആണ്. ഈ ഒരു ലെവൽസ് ഒക്കെ നമുക്ക് ടാർഗറ്റായിട്ട് കാണാം. ഇനി അടുത്ത സ്റ്റോക്സ് വന്നത് ജിയോഫിൻ ആണ്. അപ്പോൾ ഈ രണ്ട് ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇവിടെയും കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു അപ് ട്രെൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഇത് താഴേക്ക് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാവുന്നതാണ്. ഈ ഒരു ലെവലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ ലെവലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് വരും.
പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ സെൽ എടുക്കാതിരിക്കുന്നത് നല്ലത്, കാരണം ഒരു ട്രെൻഡ് ലൈൻ നാരോ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ ഗ്യാപ്പ് നോക്കണം, അതായത് മാർക്കറ്റ് ഒരു സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും ആ ഒരു സ്റ്റോക്സിന് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എൻട്രി ചെയ്യാൻ പാടുള്ളൂ. മിനിമം 1% എങ്കിലും വേണം എൻട്രി ചെയ്യാനുള്ള ഗ്യാപ്പ്. ഇവിടെ 2% ഉണ്ട് ഈ ഒരു ഗ്യാപ്പ്, അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ 1% താഴേക്കാണെങ്കിൽ നമ്മൾ ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആദ്യം ട്രെൻഡ് ലൈൻ ഒക്കെ മാർക്ക് ചെയ്യാം, അതിനുശേഷം ആ ഒരു ബ്രേക്കൗട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്കൗട്ടിൽ തന്നെ ബൈ എടുക്കരുത്. ഇപ്പോൾ 5 മിനിറ്റ് ബുള്ളിഷ് ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണമെങ്കിൽ അടുത്തൊരു ക്യാൻഡിലും കൂടി നമ്മൾ വാച്ച് ചെയ്യണം. ആ ഒരു ക്യാൻഡിൽ റീടെസ്റ്റ് ക്യാൻഡിലോ അതല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ മാത്രം നമ്മൾ ബൈ എടുക്കാവൂ. സെല്ലിൽ അതേപോലെ തന്നെ ഈ ജസ്റ്റ് ഒരു ബ്രേക്കൗട്ടിൽ റെഡ് ക്യാൻഡിൽ വന്നാൽ നമ്മൾ സെല്ല് എടുക്കരുത്, അത് തിരിച്ച് റീടെസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. അതല്ലെങ്കിൽ അടുത്ത ക്യാൻഡിലും കൂടി സെല്ലിംഗ് ആണെങ്കിൽ മാത്രം നമ്മൾ സെല്ലിലേക്ക് പോകാൻ പാടുള്ളൂ. പിന്നെ അടുത്തത് ഹുഡ്കോ ആണ്. അപ്പോൾ ഹുഡ്കോന്ന് നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹുഡ്കോയിലും നമുക്ക് നല്ല രീതിയിലുള്ള ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ 3 ഹൈ കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ താഴെ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഹുഡ്കോ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ്. അതല്ല താഴേക്ക് വന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്യാതെ പിന്നെ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരണമെങ്കിൽ സെല്ലിലേക്ക് പോകാവുന്നതാണ്. പിന്നെ ഇവിടെ മാർക്കറ്റ് ടച്ച് ചെയ്ത് താഴേക്ക് കാണിക്കുകയാണെങ്കിലും സെല്ലിലേക്ക് പോകാം, ഈ ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിലും നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 4 ചാൻസസ് ആണുള്ളത്. നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ട്. ഹുഡ്കോയും ഈ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്യാം. എപ്പോഴാണ് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം വാച്ച് ചെയ്താൽ മതി. പിന്നെ അടുത്തത് ക്രോംപ്ടൺ ആണ്. ഇപ്പോൾ ക്രോംപ്ടണും നമുക്ക് നല്ലൊരു രീതിയിൽ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ഒരു ബ്രേക്കൗട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണെങ്കിൽ ബ്രേക്കൗട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് പോകണമെങ്കിൽ മാത്രം സെല് ചെയ്യാം, താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റോക്സുകളാണ് അടുത്ത ദിവസത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സും ഈ ലെവൽസ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നാളെ റിസൾട്ട് വരുന്ന 2 സ്റ്റോക്സുകൾ DVC ലാബും ഓറോ ഫാർമയാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച റിസൾട്ട് വരുന്ന സ്റ്റോക്സുകൾ എന്ന് പറയുന്നത് HIL, മദർസൺ, ഭാരത് ഫോർജ്, കോൾ ഇന്ത്യ, സെയിലാണ്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. റിസൾട്ടാണ്, അപ്പോൾ അതിൻ്റെതായ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇനി നമുക്കിന്ന് ന്യൂസ് ബേസ്ഡ് ആയിട്ട് മൂവ്മെൻറ്റ് വന്ന സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ടൊറൻറ്റ് പവർ ഇന്ന് 2.6% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ 47% കുറവായിരുന്നു പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് കാരണമായിട്ട് പറയുന്നത് കുറഞ്ഞ വരുമാനവും അതുപോലെ വർദ്ധിച്ച ഇന്ധന ചെലവുമാണ്. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് യെസ് ബാങ്ക് ആണ്. അപ്പോൾ യെസ് ബാങ്ക് ഇന്ന് 4.8% ഉയർന്നിട്ടുണ്ട്. അതായത് യെസ് ബാങ്കിൻ്റെ 9.5% ഓഹരികൾ ഏറ്റെടുക്കാൻ HDFC ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഈ ഒരു വർധന വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത് ഇൻഡിഗോയാണ്. അപ്പോൾ ഇൻഡിഗോയുടെ വില ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതായത് ചില റൂട്ടുകളിൽ വിമാനത്തിൻ്റെ നിരക്കുകൾ പ്രത്യേക പരിധി നിശ്ചയിക്കാൻ പാർലമെന്ററി പാനൽ നിർദ്ദേശത്തിന് തുടർന്നാണ് ഈ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിമാന ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കാനും പ്രത്യേക അതോറിറ്റി രൂപീകരിക്കണമെന്നും ഈ ഒരു സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഭാരതി എയർടെലാണ്. അപ്പോൾ ഭാരതി എയർടെൽ ഇന്ന് 1.94% ഇടിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് മൊബൈൽ ഫോൺ സേവനങ്ങൾക്കായുള്ള സ്പെക്ട്രം ലേലത്തിന് സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലേലത്തിന് അടിസ്ഥാന വില എന്ന് പറയുന്നത് 96,317.65 കോടി രൂപയാണ്. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ബയോകോൺ ആണ്. അപ്പോൾ ബയോകോൺ ക്വാർട്ടർ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു, പ്രോഫിറ്റ് തന്നെയായിരുന്നു. എന്നിട്ട് പോലും 3% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 25% ഈ ഒരു ബയോകോണിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിക്ഷേപകർ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതാവാനാണ് ചാൻസ് എന്നാണ് പറയുന്നത് ബയോകോണിൻ്റെ ഈ ഇടിവിന് കാരണം. പിന്നെ അടുത്തത് പതാഞ്ജലിയാണ്. അപ്പോൾ പതാഞ്ജലി 3.94% ഇന്ന് ഇടിഞ്ഞത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ 19.6% പ്രോഫിറ്റിൽ കുറവാണ് പതാഞ്ജലിക്ക് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ.
പിന്നെ അടുത്തത് RVNL സ്റ്റോക്സ് ആണ്. ആ ഒരു സ്റ്റോക്സ് നല്ലൊരു ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 8.6% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ 6.2% ഇടിവ് വന്നിരിക്കുന്നത് പ്രോഫിറ്റിൽ. മാത്രമല്ല നമ്മുടെ വരുമാനവും കുറവായിരുന്നു RVNL. പിന്നെ പുവർ ഓപ്പറേഷൻ പെർഫോമൻസ്. ഇപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് RVNL ഇത്രയും താഴേക്ക് പോകാൻ കാരണം. ക്വിസ് കോർപ്പിൻ്റെ ഷെയർ ഇന്ന് 1.3% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ഫോറൻസിക് നിക്ഷേപ സ്ഥാപനമായ മഡ്ഡി വാട്ടേഴ്സ് അതിൻ്റെ പ്രൊമോട്ടറായ ഫെയർഫാക്സ് ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് 2018 പ്രോഫിറ്റും ബുക്ക് മൂല്യവും ഉണ്ടാക്കുന്നതിനായിട്ട് ക്യൂസ് അക്കൗണ്ടുകളിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് ഈ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ പേടിഎം ഇന്ന് 6% കൂടുതൽ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ RBIയുടെ റെസ്ട്രിക്ഷൻ ഉള്ളപ്പോൾ തന്നെ ബാംഗ്ലൂരു ആസ്ഥാനമായ ബിറ്റ്സിലെ ഏറ്റെടുക്കാനുള്ള കമ്പനികളുടെ പദ്ധതികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇടിവ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ന്യൂസ് റിലേറ്റഡ് ആയിട്ട് മൂവ്മെൻറ്റ് വന്നിട്ടുള്ള സ്റ്റോക്സുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.